റാഫി കരീം വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. റാഫി, ഒരു സമവായം രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നടക്കട്ടെ, അത് നല്ല കാര്യം എന്നുള്ള നിലപാട് മന്ത്രി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷേ സ്കൂളിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ച വന്നു എന്ന നിലപാടിൽ തന്നെയാണോ വിദ്യാഭ്യാസ വകുപ്പുള്ളത്? ഈ NOC പുതുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പരാമർശമൊക്കെ സ്കൂൾ മാനേജ്മെന്റിനെയും പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ഇനി കാര്യങ്ങൾ നിയമ നടപടിയിലേക്ക് നീങ്ങാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ലല്ലോ റാഫി. തീർച്ചയായും സ്കൂളിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് DDയുടെ അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രി അത്തരത്തിലൊരു കണ്ടെത്തൽ നടത്തിയതും അത് പ്രസ്താവനയായി പുറത്തിറക്കിയതും. ഒപ്പം തന്നെ ഈ സ്കൂളിനോട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശിച്ചിരിക്കുന്നത് ഈ കുട്ടിയുടെ ശിരോവസ്ത്രം തന്നെ അണിയിച്ച് ക്ലാസ്സിൽ കയറ്റണം എന്നുള്ളതാണ്. അതിനുള്ള നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്താം എന്നുള്ളതാണ് സ്കൂളിന്. എന്നാൽ ഇതിനെതിരെ നിയമപരമായി നേരിടാനാണ് സ്കൂളിൻ്റെ തീരുമാനം. ഒരു തരത്തിലും സ്കൂളിൻ്റെ നിയമങ്ങളും ഒപ്പം തന്നെ സ്കൂളിൽ ഇതുവരെ പോകുന്ന യൂണിഫോമിൻ്റെ പോളിസിയിലും മാറ്റം വരുത്തേണ്ടതില്ല എന്നുള്ളതാണ് സ്കൂൾ മാനേജ്മെൻറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. PTA ഈ തീരുമാനം മാനേജ്മെൻറ്റിനെ അറിയിച്ചിട്ടുണ്ട്. PTA തീരുമാനവും സ്കൂളിൻ്റെ പോളിസി മാറ്റേണ്ടതില്ല എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു യൂണിഫോം പോളിസി അതിൽ മാറ്റം വരുത്തേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയും ആ തീരുമാനം പ്രഖ്യാപിക്കുകയും അതുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിക്കാനുള്ള തീരുമാനത്തിലേക്ക് സ്കൂൾ എത്തുകയുമാണ് ഉണ്ടായത്. അതിന് പിന്നാലെയാണ് മന്ത്രി വീണ്ടും സ്കൂളിനെതിരെ ഒരു പടി കൂടി കടന്നുള്ള പ്രതികരണം നടത്തുന്നത്. NOCയുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം, അതിനെതിരെയും ശക്തമായ പ്രതിഷേധമാണ് സ്കൂൾ രേഖപ്പെടുത്തിയത്. അതിൽ പ്രധാനമായും പറയുന്നത് ഈ മന്ത്രി NOCയുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവന പിൻവലിക്കണം എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഇത്തരത്തിൽ NOCയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമം മാറിയത് മന്ത്രി അറിഞ്ഞില്ലേ എന്നുള്ളൊരു ചോദ്യമാണ് സ്കൂളിനെ റെപ്രസെന്റ് ചെയ്തുള്ള അഭിഭാഷക മാധ്യമങ്ങളോട് ചോദിച്ചത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്കൂളും ഒപ്പം തന്നെ ഈ പരാതിക്കാരിയായ കുട്ടിയുടെ പിതാവും തമ്മിൽ ഒരു ചർച്ച നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നോ നാളെയോ ആ ചർച്ച നടക്കും. അതിനുശേഷമായിരിക്കും സ്കൂൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനത്തിലേക്ക് എത്തുക. ആ തീരുമാനം രേഖാമൂലം വിദ്യാഭ്യാസ വകുപ്പിനെ അറിയിക്കുമെന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ DDയുടെ അന്വേഷണ റിപ്പോർട്ടിനെ പൂർണ്ണമായും സ്കൂൾ തള്ളുകയാണ്. സത്യവിരുദ്ധമായ കാര്യങ്ങൾ ഈ റിപ്പോർട്ടിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് സ്കൂളിൽ നിന്നുള്ള പ്രതികരണം. കാരണം ഈ കുട്ടിയെ പുറത്ത് നിർത്തി എന്നുള്ളതും ഒപ്പം തന്നെ കുട്ടിയെ പുറത്താക്കി എന്നുള്ള ആക്ഷേപങ്ങൾ കൂടുതൽ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവുകയാണെങ്കിൽ കോടതിയെ സമീപിക്കുക എന്ന നിലപാടിലേക്ക് മാനേജ്മെന്റ് കൂടി പോകുന്നുണ്ട്. റാഫി കരീം കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.